കോൺഗ്രസ് ഒരിക്കലും മതേതരമായൊരു ഭാരതത്തെ സങ്കല്പിക്കുവാൻ തക്കവണ്ണം വികസിച്ചിട്ടില്ല എന്ന് അതിലെ ഗ്രൂപ്പുകളും അതിലെ കാര്യങ്ങളും വെച്ച് തീരുമാനിക്കാവുന്നു. സാഹിത്യ കലാദികളിലായാലും ബുദ്ധിജീവികളുടെ ഇടയിലായിക്കഴിഞ്ഞാലും മതേതരത്വം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക് മാത്രമാണ്. അനുഭവതലത്തിൽ മതേതരം എന്ന പദത്തിന് മിസസ് ഗാന്ധി ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം മതത്തിൽ നിന്ന് ഇതരമായത്, മതമില്ലാത്തത്. മതനിരപേക്ഷമായിരുന്നപ്പോഴാണ് ഭഗവത്ഗീതയ്ക്കും ബൈബിളിനും ഖുറാനുമൊക്കെ പ്രസക്തിയുള്ള ഈശ്വര നാമത്തിലുള്ള പ്രതിജ്ഞയ്ക്ക് പ്രസക്തിയുള്ളത്. അതെ, ഒരു മതേതര രാജ്യത്ത് അതിൻ്റെ ആദ്യത്തെ ഘടന രൂപപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി വരുന്നതോടെ ഈശ്വരൻ ഔട്ടാണ്. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ വഴിയിലായിരുന്നു. അങ്ങനെ പറഞ്ഞു വരവേ നമ്മൾ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഒരു നിയമം, മതേതര നിയമത്തെക്കുറിച്ച് ആണ് പറഞ്ഞ് നമ്മൾ നിർത്തിയത്. അതുവഴി നമുക്ക് പോകാമോ സ്വാമി? തീർച്ചയായും. അന്യതാകാമത്തോട് ചേർത്ത് എന്തിനാണത് പറഞ്ഞത്? അതായത് 1947 മുതലുള്ള ഭരണസിരാകൂടത്തിലേക്ക് അനാവശ്യമായി വ്യവസായികളും മതങ്ങളും കടന്നു കയറുന്നു എന്ന് മിസസ് ഗാന്ധി മനസ്സിലാക്കിയിരുന്നു. അതീവ വ്യാവസായിക പ്രാധാന്യത്തോടുകൂടി വൈദേശിക ശക്തികൾ കടന്നു കയറുന്നുവെന്ന് മിസസ് ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു. എന്നൊക്കെ ഒരു അന്വേഷണം ആവശ്യമാണ്. ഭാരതത്തിൻ്റെ ചൈതന്യത്തെ ആഗ്രഹിക്കുന്നവർ നടത്തേണ്ടത് അനിവാര്യമാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രത്തോടുള്ള തൻ്റെ പ്രതിബദ്ധതയും, മറുഭാഗത്ത് താൻ അറിയാതെ ചെന്നുപെട്ടിരിക്കുന്ന ഉപജാപക വൃന്ദങ്ങളും മിസസ് ഗാന്ധിയെ വലച്ചു. അത് തൻ്റെ മൃത്യുവിൻ്റെ ആഴങ്ങളെ ഉണ്ടാക്കുമെന്ന് മിസസ് ഗാന്ധിക്ക് തോന്നിയോ? ഭയപ്പെട്ടുവോ എന്ന ചോദ്യമില്ല. മനസ്സിലായി സ്വാമിജി. കാരണം ഒരുപക്ഷെ ഇന്ത്യയിൽ ഒന്നിനെയും ഭയപ്പെടാത്ത ഒരു ധീരമായ ഒരു പ്രതീകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയും പലപ്പോഴും തെളിയുകയും നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ അവർ ഭയപ്പെട്ടു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വേർപിരിഞ്ഞു പോയ നമ്മുടെ ഒരു ഭരണാധികാരി, അതാരുമായിരുന്നു കൊള്ളട്ടെ, ഏത് പാർട്ടിയുമായിരുന്നു കൊള്ളട്ടെ. അതെ, അല്ല സ്വാമിജി, ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു മരണം ഇത്രയും പരിതാപകരമായി കൊല്ലപ്പെടില്ലായിരുന്നു. അതിലെ തയ്യാറെടുപ്പ് സദാസമയം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉണ്ട്. ധീരതയുടെ അതെ 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 തീർച്ചയായും. ഒരു പക്ഷേ അത് ഒരു ഇന്ത്യയിലെ ഒരു ചെറിയ മതവിഭാഗത്തിൻ്റെ മേൽ കൃത്രിമമായി സൃഷ്ടിച്ചതായിരിക്കുമോ എന്ന് പോലും സംശയിക്കണം. അതിനു മുമ്പ് മിസസ് ഗാന്ധി എടുത്ത തീരുമാനങ്ങളെ അവലംബിച്ചു നോക്കുമ്പോൾ മനസ്സിലായി സ്വാമിജി. സൂക്ഷ്മബുദ്ധിയോടുകൂടി ക്രിമിനോളജി പഠിച്ച് ഒരുവൻ മുന്നേറുമെങ്കിൽ മിസസ് ഗാന്ധിയുടെ തീരുമാനങ്ങളിൽ പലതിലും വരാനിരിക്കുന്ന എണ്ണമറ്റ ദുരന്തങ്ങളുടെ സൂചനകളുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. അവസാനത്തെ മിസസ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിനു ശേഷം വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളും അവരെടുത്ത തീരുമാനങ്ങളും തുടർന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആഗോളവൽക്കരണങ്ങളും വിദ്യാഭ്യാസ നയങ്ങളും മറ്റു പദ്ധതികളും വച്ച് നോക്കുമ്പോൾ അന്യഥാകാമത്തിൻ്റെ ലൈംഗികത കലർന്ന വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ലോകം ഇന്ത്യൻ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളെ മുഴുവൻ അതിക്രമിച്ചു കഴിഞ്ഞുവോ എന്ന് ചിന്തിക്കുന്നത്
സത്യമായിരിക്കില്ലെങ്കിലും രസാവഹമായി. തൻ്റെ രാജ്യത്തിന് വന്നു ഭവിക്കുവാൻ പോകുന്ന ദുര്യോഗങ്ങളെ വളരെ മുൻകൂട്ടി കണ്ട് ഇന്ത്യയെ മതങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുവാനെടുക്കുന്ന ഒരു തീരുമാനം. അത് നമ്മുടെ ജുഡീഷ്യറിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നില്ല. അതെ, നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നില്ല. ശരിയാണ് സ്വാമിജി. ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും മറ്റു മതങ്ങളെന്നും ഒക്കെയുള്ള പേരിൽ മുന്നേറുവാനുള്ള എല്ലാ സാധ്യതയും ഭരണഘടനാപരമായി തടയുകയായിരുന്നു മിസസ് ഗാന്ധി ചെയ്തത്. അന്നേ വരെയുള്ള ഭരണഘടനാ അനുശാസനങ്ങൾ മതത്തോട് ചേർന്നുള്ളതിനെ മുഴുവൻ ഭരണഘടനാപരമായി നിരാകരിക്കുകയായിരുന്നു ഗാന്ധി ചെയ്തത്. മതേതരമെന്ന ഒരൊറ്റ പ്രയോഗത്തിൽ ഗാന്ധി ചെയ്തത്. ഒരു നാസ്തിക ഭരണകൂടത്തിന് ഒരു മതത്തിനും ആനുകൂല്യം കൊടുക്കുവാൻ നിയമപരമായി ഈ രാജ്യത്ത് അവകാശമില്ല. അന്നുവരെ മതപരമായി ഏതെങ്കിലും ഒരു ആനുകൂല്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തത്വത്തിൽ ഇന്ത്യ മതേതര രാജ്യമായതോടുകൂടി ആ എല്ലാ ആനുകൂല്യങ്ങളും അപ്രസക്തമായി എന്നുള്ളതാണ് വസ്തുത. ശരിയാണ് സ്വാമിജി. അതാണ് നമ്മൾ ചർച്ച ചെയ്യാതെ പോയത്. അതെ, ഇനി അത് മാറ്റുക അത്ര എളുപ്പമൊന്നുമാണെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും മതത്തിൻ്റെ 2/3 ഭൂരിപക്ഷത്തോടു കൂടിയ ഒരു ഭരണം വരുമ്പോൾ മാത്രമേ തിരിച്ചു മാറ്റാൻ പറ്റൂ. കോർപ്പറേറ്റുകൾ പല രൂപത്തിൽ സ്വാധീനം ചെലുത്തി വ്യത്യസ്ത ഗ്രൂപ്പുകളും വഴക്കുകളും രൂപാന്തരപ്പെട്ടു നിൽക്കുന്ന പാർട്ടി പ്രസ്ഥാനങ്ങൾ വിപരീതങ്ങളായ ആശയങ്ങളോടുകൂടിയ പാർട്ടികളുടെ കൂട്ടുപിടിച്ച് ഭരണം നടത്തുന്ന ഒരു ഇന്ത്യയിൽ അത് പ്രതീക്ഷിക്കാൻ എളുപ്പമല്ല. തീർച്ചയായും സ്വാമിജി. ഇത് തീർച്ചയായും ഓരോ താല്പര്യങ്ങളാണ്. താല്പര്യങ്ങൾ പിന്നിൽ പലപ്പോഴും വർത്തമാന സാഹചര്യത്തിൽ കോപ്പറേറ്റുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്ത് തെളിഞ്ഞു വരികയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സമീപകാല ആരോഗ്യത്തെയും നമ്മുടെ വ്യവസായങ്ങളെയും നമ്മുടെ കമ്പോളത്തെയും നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം ആഴത്തിൽ പിടിച്ചു കുലുക്കാനുള്ള ഈ മാറ്റം ഒരു ഭരണാധികാരി എന്ന നിലയിൽ വ്യക്തമായി മിസസ് ഗാന്ധി മണത്തെറിഞ്ഞുവോ? ഒരുപക്ഷെ നമ്മുടെ ഭരണസ്ഥിരാകേന്ദ്രത്തെ നയിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഇന്റലിജൻസ് ബ്യൂറോ അവരിതറിഞ്ഞ് മിസസ് ഗാന്ധിയെ ധരിപ്പിച്ചതാണോ? അതിൻ്റെ രേഖകൾ വല്ലതുമുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കുന്നത് രസാവഹമാണ്. തീർച്ചയായും സ്വാമിജി. ഇവരാരും അറിയിക്കാതെ ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും ആധ്യാത്മിക പുരുഷന്റെ ഉപദേശം അവർക്കുണ്ടായിരുന്നുവോ? മാനവശേഷിയുടെ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ അന്തർദൃഷ്ടിയെ ഇത്ര നിഷ്പക്ഷമായി വൈദാന്തികമായി സർവമത സമന്വയത്തിന്, സർവമത നിരാകരണത്തിന് ഒരേ സമയം ഒക്കുന്ന വിധം ഉപദേശം ലഭിക്കുവാൻ പര്യാപ്തമായൊരു പാരമ്പര്യവും ബന്ധവും അവർ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങൾക്കപ്പുറം രഹസ്യമായി ഏതെങ്കിലും മലയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഏതെങ്കിലും ആചാര്യനോട് പുലർത്തിയിരുന്നുവോ? മിഷന്റെയും സ്വാമിജിയുടെയും സ്ഥാനത്തെയൊന്നും
ഇന്ന് നാം കാണുന്ന പോലെ കണ്ടാൽ പോരാ. അങ്ങ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതാകാം. മനസ്സിലായി സ്വാമിജി. അതിൽ പോലും ഒതുക്കി നിർത്താൻ പറ്റാത്ത ഒരു മനോവ്യാപാരം നമ്മളെ മഥിക്കുന്നുണ്ട്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. എന്നതുകൊണ്ട് ആരുടെയെങ്കിലും ഒരു പേര് പറയാൻ തക്കവണ്ണമോ ആരെയെങ്കിലും സങ്കല്പിക്കാൻ തക്കവണ്ണമോ ഒരറിവ് നമുക്കില്ല. അതുണ്ടെങ്കിലാണ് ഒന്നിനെ നിരാകരിച്ച് വേറൊന്നിനെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടി വരും. മനസ്സിലായി സ്വാമിജി. അങ്ങനെ യാതൊരു പേരും നമ്മളുടെ ബുദ്ധിയുടെ ഒരു കോണിൽ പോലും സ്പർശിച്ചിട്ടില്ല. മിസസ് ഗാന്ധിയെ പ്രകടമായി നമുക്ക് ചരിത്രത്തിലൂടെ അറിയാം, അവരെടുത്ത തീരുമാനത്തെയും. ആ തീരുമാനം കോൺഗ്രസിന്റെ ഭൂരിപക്ഷത്തിന്റെ തീരുമാനമല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. അതെ, തീർച്ചയായും. കോൺഗ്രസ് ഒരിക്കലും മതേതരമായൊരു ഭാരതത്തെ സങ്കല്പിക്കുവാൻ തക്കവണ്ണം വികസിച്ചിട്ടില്ല എന്ന് അതിലെ ഗ്രൂപ്പുകളും അതിലെ കാര്യങ്ങളും വെച്ച് തീരുമാനിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് സമയത്തെ കളികളൊക്കെ കാണുമ്പോൾ തീരുമാനിക്കാവുന്നതാണ്. മിസസ് ഗാന്ധിയുടെ ധൈര്യത്തിനും സ്ഥൈര്യത്തിനും ധിഷണയ്ക്കും മുമ്പിൽ കോൺഗ്രസ് ചേർന്നു നിന്നു എന്ന് പറയുന്നതാവും ശരി. ആ തീരുമാനം ഏകപക്ഷീയമായി മിസസ് ഗാന്ധിയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമായിരിക്കണം. കാരണം തുടർന്നു വന്നവർ അതിൻ്റെ പ്രസക്തമായ കാര്യങ്ങളെ അന്വേഷിക്കുകയോ അത് ഉപയോഗിക്കുകയോ അതിനനുസരിച്ച് പെരുമാറുകയോ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. ശരിയാണ് സ്വാമിജി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ, നമുക്ക് പ്രതീക്ഷിക്കാം അവർക്കൊരു പങ്കുണ്ടെന്ന്. അതെ, അവർ തുടർച്ച നമുക്ക് ഫീൽ ചെയ്യും. ഇന്ത്യൻ ജുഡീഷ്യറി ആകട്ടെ, ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ആകട്ടെ, എന്തിന് ഇതര പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പോലും നിർണായകമായ ഭരണഘടനാപരമായ ഈ ഭേദഗതി ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പുരോഗമനാത്മകം എന്ന് നമുക്ക് തോന്നാവുന്ന മഹാപ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പോലും ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. അഖാഡ പരിഷത്ത് ചിന്തിച്ചിട്ടുണ്ട്, സന്യാസിമാരുടെ. സ്വാമി കാശികാനന്ദ്ജി ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗീതാ പ്രഭാഷണങ്ങളിൽ. രാംദേവ് ചിന്തിച്ചിട്ടുണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ യോഗ സന്ദേശങ്ങളിൽ. നോർത്ത് ഇന്ത്യയിലെ സന്യാസ സമൂഹങ്ങൾ വളരെ ശക്തമായി ഇത് ചിന്തിച്ചിട്ടുണ്ട്. അതിനെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പായി വളർന്നു വരാൻ കഴിയുമായിരുന്നിട്ട് കൂടി അവർ അത്തരമൊരു വൈകാരികതയ്ക്ക് തയ്യാറായി കണ്ടുമില്ല. അതാണ് രസകരം. അതെ, തീർച്ചയായും. കാരണം അത് ഒരു ദർശനപരമായി പറഞ്ഞു പോവുക എന്നുള്ളതിനപ്പുറത്ത് പ്രായോഗികമായി എത്തണം കുറച്ച് ഉത്തരവാദിത്തം എടുക്കണ്ടേ സ്വാമിജി? സ്വാമിമാരൊക്കെ അത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ധിഷണയുള്ളവരും അത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഗൃഹസ്ഥന്മാർ, ഭക്തന്മാരായിട്ടുള്ളവരുമായ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. തീർച്ചയായും. ശരിയാണ്. സ്വന്തമായി മാധ്യമങ്ങൾ അവർക്കുണ്ട്, ചാനലുകളുണ്ട്. അത്തരം അവയൊന്നും തയ്യാറായിട്ടില്ല. പൊതുവേ മതേതരത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീമിൽ പത്രമാധ്യമ രംഗത്തായാലും സാഹിത്യ കലാദികളിലായാലും ബുദ്ധിജീവികളുടെ ഇടയിലായി കഴിഞ്ഞാലും മതേതരത്വം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക് മാത്രമാണ്. അനുഭവതലത്തിൽ മതേതരം എന്ന പദത്തിന് മിസസ് ഗാന്ധി ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം മതത്തിൽ നിന്ന് ഇതരമായത്, മതമില്ലാത്തത്. ആ അർത്ഥത്തിൽ അല്ല പറയുന്നത്. മതങ്ങളുടെ ഒരു യോജിപ്പ്, അത് മാത്രമാണ് ഡിക്ഷണറിയിലെയും മീനിങ്. മതനിരപേക്ഷമല്ല മതേതരം. അതിനാണെങ്കിൽ വാക്കുണ്ടായിരുന്നു മതനിരപേക്ഷം. മതനിരപേക്ഷമായിരുന്നപ്പോഴാണ് ഭഗവത്ഗീതയ്ക്കും ബൈബിളിനും ഖുറാനുമൊക്കെ പ്രസക്തിയുള്ള ഈശ്വര നാമത്തിലുള്ള പ്രതിജ്ഞയ്ക്ക് പ്രസക്തിയുള്ളത്. അതെ, ഒരു മതേതര രാജ്യത്ത് അതിൻ്റെ ആദ്യത്തെ ഘടന രൂപപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി വരുന്നതോടെ ഈശ്വരൻ ഔട്ടാണ്. വിശ്വാസമൊക്കെ എല്ലാവർക്കും പുലർത്താം, അത് വേറെ കാര്യം.
ഒരു വാക്കിന് ഡിക്ഷണറിയിൽ ഇല്ലാത്ത മീനിങ് നിയമത്തിലുണ്ടാവാം. നിയമത്തിൻ്റെ ഡിക്ഷണറികൾ പരിശോധിച്ചാലും ഇതേ ഉള്ളൂ അർത്ഥം. മതേതരമെന്ന പദം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മതനിരപേക്ഷമാണെന്ന് വേറെ വ്യാഖ്യാനിച്ചൊപ്പിക്കണം. മാത്രമല്ല, ഈ തീരുമാനമെടുക്കുന്നത് ഭാരതം വൈദേശിക വ്യാവസായിക പ്രാധാന്യമുള്ള ലോകങ്ങളിലേക്കും മതങ്ങളുടെ ശക്തികേന്ദ്രങ്ങളുടെ ഹസ്തങ്ങളിലേക്കും അതിന് വളർച്ച പ്രാപിക്കുന്ന മതങ്ങളും വ്യവസായികളും തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ലൈംഗികതയെ പോലും ശക്തമായി ഉപയോഗിക്കുമെന്ന തീരുമാനങ്ങളിലേക്കും പോകുന്നൊരു വേളയിലാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യം കാണുന്നത്. മനസ്സിലായി സ്വാമിജി. അതിൻ്റെ ചരടാണ് ഗാന്ധി മുറിക്കുന്നത്, മിസസ് ഗാന്ധി മുറിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഊഹമായി മാത്രം കണക്കാക്കിയാൽ മതി. മനസ്സിലായി സ്വാമിജി. പക്ഷെ അന്വേഷണ ഉത്സുകതയുടെ ലോകങ്ങളിലെ അറിവിന് ഇത് ജലം പകരുമെന്ന് തീർച്ചയാണ്. തീർച്ചയാണ് സ്വാമിജി, തീർച്ചയാണ്. അതിനപ്പുറം ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കരുതണ്ട. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് 1964 ശേഷമുള്ള ഇന്ത്യയുടെ കലാരംഗങ്ങളും സാഹിത്യരംഗങ്ങളും സിനിമാ രംഗങ്ങളും സീരിയൽ രംഗങ്ങളും എണ്ണമറ്റ ചാനലുകളുടെ ആവിർഭാവവും വിശ്വവിശാല ജാലകം തുറന്നു വെച്ചതും വേൾഡ് വൈഡ് വെബ് ഒക്കെ സെക്സിലേക്കാണ്. ഇതിൻ്റെ വികാസം അതുവരെ അച്ഛനമ്മമാരാൽ പാരമ്പര്യ മര്യാദകളാൽ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന മര്യാദാമസൃണമായ രതിയെ കയറൂരി വിടുകയാണ് ചെയ്തത്. അതിനിണങ്ങുമാർ ഉള്ളൊരു വിദ്യാഭ്യാസ രീതിയും യാത്രാ സൗകര്യവും വസ്ത്രധാരണവും മൊത്തം മാറുകയാണല്ലേ സ്വാമിജി? 64 ശേഷം. ഇവിടെയാണ് മിസസ് ഗാന്ധിയുടെ ദീർഘവീക്ഷണത്തെ ചർച്ച ചെയ്യപ്പെടണമെന്ന് തോന്നിപ്പോകുന്നത്. തൻ്റെ പിടികളിൽ നിന്ന് പോലും കുതിർന്നു. രാജ്യം മതനിർദ്ദിഷ്ടമായ ഒളിച്ചു നിൽക്കുന്ന ഒരു ലൈംഗികതയുടെ ലോകത്തെ കെടുത്തെറിയപ്പെട്ടാൽ അതിനെ സംരക്ഷിക്കുവാൻ മതമില്ലായ്മ തന്നെ ആയിരിക്കില്ലേ സാമൂഹികതയിൽ നല്ലതെന്ന് മിസസ് ഗാന്ധി ചിന്തിച്ചത് പൗരോഹിത്യത്തിൻ്റെ കോടരങ്ങളെന്നും ഉപജാപങ്ങളുടെ കേന്ദ്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കില്ലേ? ആയിരിക്കണമല്ലേ സ്വാമിജി? ലോക ചരിത്രം മുഴുവൻ പഠിച്ചിട്ടുള്ള മിസസ് ഗാന്ധിക്ക്, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള മിസസ് ഗാന്ധിക്ക്, ലോകത്ത് വ്യാപിച്ചു നിൽക്കുന്ന മതങ്ങളുടെ അന്തർധാരയിൽ സംഭവിച്ചിട്ടുള്ള ച്യുതികളെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള മിസസ് ഗാന്ധിക്ക് ഭരണസിരാകേന്ദ്രങ്ങളിലേക്ക് മതങ്ങൾക്ക് എങ്ങനെയെല്ലാം ലൈംഗികതയോടുകൂടി കയറിപ്പറ്റാൻ പറ്റുന്നുവെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള മിസസ് ഗാന്ധിക്ക് അത്തരൊരു തീരുമാനമെടുക്കുവാൻ ഒരുപാട് ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്ന് തോന്നുന്നില്ല സ്വാമിജി.
പലപ്പോഴും ഒറ്റക്ക് തീരുമാനം ആലോചിച്ച് ഒരു നൈമിഷികമായ തീരുമാനമാണിതെന്നൊന്നും പറയാൻ പറ്റില്ല സ്വാമിജി. വളരെ ദീർഘവീക്ഷണത്തോട് തന്നെയാണ്. അവിടെ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അതെ അതെ. പക്ഷേ ഈ തീരുമാനത്തിന് ശേഷമുള്ള ഇന്ത്യയും ഈ തീരുമാനത്തിന് മുമ്പുള്ള ഇന്ത്യയും രണ്ടിന്ത്യയാണ്. ഈ തീരുമാനത്തിന് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലങ്ങളിലും ഇന്ത്യൻ മത നഭോമണ്ഡലങ്ങളിലും ഇന്ത്യൻ ഔദ്യോഗിക രംഗങ്ങളിലും സെക്സിൻ്റെ കഥകൾ പുറത്തു വരാൻ തുടങ്ങിയത്. ഇതിന് ശേഷമാണ് വിദേശ രാജ്യങ്ങൾ അതിന് നിയുക്തരായ ലൈംഗിക വ്യവസായികളെ ഉപയോഗിച്ചുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചതിൻ്റെ വഴികൾ തുറന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യ രഹസ്യമായ സെക്സ് ടൂറിസത്തിലേക്ക് മൊഴിമോറ്റം നടത്താൻ തുടങ്ങിയത്. മനസ്സിലായി സ്വാമിജി. ഇതിൻ്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കുമ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളും ഇന്ത്യൻ നഗരങ്ങളും ഇന്ത്യൻ സ്കൂളുകളുമെല്ലാം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുക.